ഓൺലൈൻ മ്യൂസിക് ഇവന്റ് ആണ്. ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു രാജ് ചേച്ചി ആൻഡ് ഉമ ടീച്ചർ. ഇവര് എവറി 2 months ഇത് ഓർഗനൈസ് ചെയ്യാനായിട്ട് അത്രയും എഫേർട്സ് എടുക്കുന്നുണ്ട്. ആൻഡ് ടുഡേസ് ഇവന്റ് ഓൾസോ ദേ ആർ ദ കോർഡിനേറ്റേഴ്സ് ആൻഡ് ഐ വെൽക്കം രാജ് ചേച്ചി ടു address the gathering. Over to you, Raj ചേച്ചി. Thank you. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നേരത്തെ എല്ലാ പ്രാവശ്യവും നമ്മൾ ധ്വനിയിൽ പറയുന്ന പോലെ തന്നെ 2 വർഷമായി ധ്വനി വളരെ നന്നായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും എല്ലാവരും ആസ്വദിക്കുന്ന ഒരു പ്രോഗ്രാമായി മാറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെയ് 2022 ധ്വനി അപർണ രാജീവ് പ്ലേബാക്ക് സിംഗർ ഇനോഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ തുടക്കം കുറിച്ചു. അതിപ്പോ എല്ലാം 2 മാസത്തിലൊരിക്കലും കൃത്യമായി നമ്മൾ നടത്താൻ ശ്രമിക്കാറുണ്ട്. ഇപ്രാവശ്യം നമുക്ക് ഒരു വിഷു റംസാൻ സ്പെഷ്യൽ ധ്വനിയാണ് ഇപ്രാവശ്യം നമ്മളിവിടെ നടത്താൻ പോകുന്നത്. ആ ഒരു തീം ബേസ്ഡ് ആയിട്ടൊരു ധ്വനി ചെയ്യാമെന്ന് ആലോചിച്ചു. ഇതുവരെ പുതിയ സിംഗേഴ്സ് ആരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ പഴയ സിംഗേഴ്സ് എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു നമ്മുടെ കുടുംബത്തില് നമ്മളിപ്പോ വിഷു ദിവസം ഊണ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടെ ചുറ്റും ഇരുന്ന് കുറെ പാട്ടുകൾ പാടും, കുറെ പിന്നെ തമാശകൾ പറയും. അങ്ങനെ അതുപോലെ ഇപ്പൊ റംസാൻ നമ്മളിപ്പോ ഒരു മൂവിക്ക് പോവും. അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് മൊത്തത്തിൽ ആ ഒരു പർപ്പസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. കുറെ നമ്മൾ സംസാരിക്കാം, കുറച്ചുപേര് നമ്മള് പിന്നെ സംസാരിക്കാനായിട്ട് പ്രത്യേകിച്ച് വിളിച്ചിട്ടുണ്ട് 2 പേര്. അപ്പൊ അങ്ങനെ അവരെല്ലാരും കൂടെ ചേർന്ന് നമുക്ക് ഈ ഒരു 1.5 മണിക്കൂർ നമുക്കൊരു ഭംഗിയാക്കി വളരെ ആസ്വദിച്ച് നമുക്ക് ആസ്വദിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. എല്ലാവരെയും ഈ ധ്വനിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മളെ പ്രിൻസിപ്പൽ സുരേഷ് സാർ നമുക്ക് എപ്പോഴും ധ്വനിയുടെ ഒരു ശക്തിയാണ്. പ്രിൻസിപ്പൽ സാറ് ഈ വർഷം മെയ് 31 വിരമിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഇനിയും സാറ് ധ്വനിയിൽ എന്തായാലും പങ്കെടുക്കും. പക്ഷെ പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് സാറ് ധ്വനിയിൽ വരാൻ പോകുന്ന ഒരു ലാസ്റ്റ് ധ്വനിയാണ് പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക്. പക്ഷെ അത് കഴിഞ്ഞാലും സാറ് ഇതിലെ പാർട്ടിസിപ്പേഷൻ സാറിന്റെ ഉണ്ടാവും എന്നുള്ളത് സാർ ഉറപ്പ് തന്നിട്ടുണ്ട്. അതുപോലെ മഹാദേവപിള്ള സാറിന് പിന്നെ നമ്മുടെ ഫാമിലി ആണ്, അസോസിയേഷൻ പ്രസിഡന്റ് ആണ്. സാറിനെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്നത്തെ സിംഗേഴ്സ് വിൽസൺ സർ 1972-76 ബാച്ച്, സജി പി വർഗീസ് 80-85 ബാച്ച്, സുനിൽ കുമാർ AK 1983-87 ബാച്ച്, മനോജ് മേനൻ 1986-90 ബാച്ച്, പിന്നെ അഞ്ജന ആർ മേനോൻ 2010-14, കാവ്യ രാജേഷ് 2016-20, രാഖി രാജ് 2016-20. ഇവരൊക്കെയാണ് ഇന്ന് നമ്മളെ പാട്ടിന്റെ പാലാഴി തീർത്ത് നമ്മളെ ആസ്വദിപ്പിക്കാൻ പോകുന്ന സിംഗേഴ്സ് ആണ് ഇവരൊക്കെ. അതുപോലെ ഇന്ന് ഇവിടെ വിഷുവിനെയും റംസാനെയൊക്കെ പറ്റി നമ്മുടെ ഓർമ്മകൾ പങ്കുവെക്കാനായിട്ട്, അതായത് നൊസ്റ്റാൾജിയ നമുക്ക് എല്ലാവർക്കും പകർന്നു നൽകാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന അമർനാഥ് സാറ് 1968 ബാച്ചാണ്. അതുപോലെ ഡോക്ടർ താജുദ്ദീൻ 1981 ബാച്ചാണ്. ഇവരെയും ഞാൻ ഈ ധ്വനിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ധ്വനിയുടെ അവിഭാജ്യ ഘടകമായ ശ്രീജിത്ത്, നമ്മുടെ ഹോസ്റ്റ്. ശ്രീജിത്തിനെ എപ്പോഴും നമ്മുടെ കൂടെ ശ്രീജിത്ത് ഉണ്ട്. ശ്രീജിത്ത് ഇല്ലാതെ ധ്വനി ഇല്ല. ശ്രീജിത്തിനെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. വാസന്തി, സുരേഷ് സാർ, ഞാൻ അവിടെ 2 വാക്ക് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കോളേജിന്റെ ഒരു ബ്രാൻഡ് പരിപാടിയായിട്ടുള്ള ധ്വനി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ വളരെ സന്തോഷം. അതിന്റെ പിന്നണിയിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതോടൊപ്പം തന്നെ ഞാനിപ്പോ ഇതൊക്കെ പരിശോധിക്കുമ്പോൾ, പാടുന്നവരുടെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ 70-76 മുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളവർ വരെ പാടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. വിഷു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിൽ ഓർമ്മിക്കുന്നത് അന്നത്തെ വിഷു സദ്യ, അല്ലെങ്കിൽ ഫയർ വർക്ക്സ്, പിന്നെ വിഷുക്കണി, വിഷു കൈനീട്ടം. എല്ലാവരും എവിടെയാണെങ്കിലും വീട്ടിലെത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഏറ്റവും സന്തോഷമുള്ള ഒരു അവസരമാണ്. അതേപോലെ തന്നെയാണ് റംസാനും സാഹോദര്യത്തിന്റെയും ദാനം കൊടുക്കുന്നതിന്റെയൊക്കെ ഒരു മാസമാണ്. അത് പ്രത്യേകിച്ച് അത് ആഘോഷിക്കാൻ തീരുമാനിച്ചതിലും ഓർഗനൈസേഴ്സിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ പാട്ടുകളൊക്കെ പരിശോധിക്കുമ്പോൾ വിഷു ആയിട്ടും റംസാനായിട്ടും ബന്ധമുള്ള പാട്ടുകളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്.
എന്തായാലും ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾക്കാർ തുടങ്ങി ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആൾക്കാർ വരെയുള്ള കോളേജിലെ എല്ലാ തരത്തിലുള്ള ആൾക്കാരുടെയും ഈ ഒത്തുചേരല് ഏറ്റവും സന്തോഷകരമാണ്. ഇവിടെ പാടുന്നവർക്കും പ്രത്യേക ആശംസകൾ. ഈ പരിപാടി ഏറ്റവും നന്നായിട്ട് നടന്നു പോകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സാർ. അടുത്തതായി നമുക്ക് മഹാദേവപിള്ള സാർ രണ്ട് വാക്ക്. അല്ല, ഞാനൊരു പാട്ട് കഴിഞ്ഞായിക്കോട്ടെ. അപ്പൊ ഒരു ഡിസ്കണ്ടിന്യൂറ്റി വന്നോട്ടെ. എന്താ നല്ല, അതോ ഇപ്പഴേ സംസാരിക്കണോ? പറയൂ സാർ. അങ്ങനെ ഉണ്ടല്ലോ സാർ ഇടയില് സാറും സാറിന്റെ ഒക്കെ ഒരു അല്ല, 1 മിനിറ്റ് 2 മിനിറ്റ് കഴിയുമ്പോ വീട്ടിലെത്തും. ഇപ്പൊ ഇരുട്ടത്താണ്, അതുകൊണ്ട്. ഓക്കെ സാർ, കുഴപ്പമില്ല. എന്നാ നമുക്ക് പാട്ടുകളിലേക്ക് പോവാം അല്ലെ? ഇന്ന് ആദ്യമായിട്ട് അഞ്ജനയുടെ ഒരു പാട്ടോടുകൂടി നമുക്ക് ഈ പരിപാടി തുടങ്ങാം. നമുക്ക് വിഷു, റംസാൻ എന്നൊക്കെ പറയുമ്പോ എന്റെ ഓർമ്മയില് വിഷു എന്ന് പറയുമ്പോ, നമ്മുടെ കുട്ടിക്കാലം എന്ന് പറയുമ്പോ വിഷു കൈനീട്ടം തന്നെയാണ് ഏറ്റവും ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം. കൈനീട്ടം വാങ്ങുക എന്നുള്ളത്, അല്ലാതെ സദ്യയെ പറ്റിയൊന്നും നമ്മൾ അങ്ങനെ ആലോചിക്കില്ല. കൈനീട്ടം എല്ലാവരുടെ കയ്യിൽ നിന്നും പോയിട്ട് വാങ്ങുക എന്നുള്ളതായിരുന്നു അന്നത്തെയൊക്കെ ഒരു ഇഷ്ടമുള്ള കാര്യം. അതുപോലെ റംസാൻ, എന്റെ വീട് കോഴിക്കോടായിരുന്നു. അപ്പോ റംസാന് നമ്മള് തൊട്ട് വീട്ടില് അവരുടെ അടുത്തുനിന്ന് പലഹാരങ്ങൾ കിട്ടുമായിരുന്നു. അപ്പൊ അങ്ങനത്തെ നല്ല നല്ല ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടാവും മനസ്സിലെ എല്ലാ ആഘോഷങ്ങളെ പറ്റിയിട്ടും. നമുക്ക് അതൊക്കെ ഒന്ന് ഓർക്കാനും അതിനെ പറ്റിയിട്ടുള്ള പാട്ടുകളും ഒക്കെ ആയിട്ടുള്ള ഒരു പരിപാടി എന്ന് മാത്രമാണ് ഇപ്രാവശ്യം ഉദ്ദേശിച്ചത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് അഞ്ജനയുടെ പാട്ട് കേൾക്കാം. അഞ്ജന ഏത് പാട്ടാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ പാട്ട്. നമസ്കാരം മാം. നമ്മള് വിഷു ഒക്കെ തുടങ്ങണത് വിഷുക്കണിയോട് കൂടിയാണല്ലോ. അപ്പൊ ഞാൻ പാടിയിരിക്കുന്ന പാട്ടും കണിയോടനുബന്ധിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന പാട്ട് തന്നെയാണ്. കണി കാണും നേരം ആണ്. അപ്പൊ അത് കേൾക്കാം. ഒരു 2 വരി അഞ്ജന പാടിയിട്ട് നമുക്ക് പ്ലേ ചെയ്യാം അല്ലെ? എല്ലാരും വീഡിയോ ഒന്ന് ഓഫ് ചെയ്യായിരുന്നു അല്ലേ? അപ്പൊ കുറച്ചുകൂടെ ബാൻഡ്വിഡ്ത്തിന്റെ പ്രശ്നം അല്ലേ ശ്രീജിത്ത്? അതെ അതെ അതെ. എല്ലാവരെയും മ്യൂട്ടും ആക്കിക്കോളൂ. ഞാൻ 2 വരി പാടാനാണോ? പാടിക്കോളൂ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനേ. ശ്രീജിത്ത്. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കൾ
മക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ പിന്ന കവർന്നൊന്നും കൃഷ്ണൻ അടുത്തു വാങ്ങി കണി കാണാം. ബാലസ്ത്രീകളെ തുകിലും മാറിക്കൊണ്ടരയാലിൻ കൊമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും നീലക്കാർ വർണ്ണ കണി കാണാൻ. എതിരെ ഗോവിന്ദൻ അരികെ വന്നോരോ പുതുമയായുള്ള വചനങ്ങൾ മധുരമാം വണ്ണം പറഞ്ഞും താൻ മന്ദസ്മിതം തൂകി വാ കണി കാണാൻ. കണി കാണും നേരം കമലനേത്രന്റെ നിറമേറും മഞ്ഞ് തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം പണിഞ്ഞു കാണണം ഭഗവാനെ. കണി കാണും നേരം കമലനേത്രന്റെ നിറമേറും മഞ്ഞ് തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. ഇത് ഇത്രയും ഒരു വിഷുവിന്റെ ടിപ്പിക്കൽ, ഇതിനപ്പുറം വിഷുവിന് ഒരു സോങ് നമുക്ക് എടുക്കാനില്ല. അത്രയും ആപ്റ്റ് സോങ് ആണ് കണി കാണും നേരം. പി ലീല, രേണുകാദേവി അല്ലെ, ഓമനക്കുട്ടൻ എന്നുള്ള മൂവിയില് ഇതാണ്. ആ ഒരു എത്ര പഴയതാണ് അല്ലെ ആ മൂവി. പക്ഷെ നമുക്ക് എല്ലാവർക്കും ആ വിഷുവിന്റെ ഒരു വിഷു കഴിഞ്ഞെങ്കിലും വിഷുവിലേക്ക് നമ്മൾ തിരിച്ചുപോയി എല്ലാവരും. അടുത്തതായി നമുക്ക് റംസാനെ പറ്റി, റംസാന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു, എന്താ ചേച്ചി പറഞ്ഞേ? കാഞ്ചന NIT-യിൽ PhD കംപ്ലീഷന്റെ ഒരു സ്റ്റേജിലാണ്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഇതിൽ കേറിയിട്ട് ആ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇതിൽ കേറിയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ. താങ്ക് യു മാം. എനിക്ക് ഒരുപാട് ട്രയലൊന്നും നോക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് പാടിയതാണ്. അതിന്റെ പോരായ്മകൾ ഉണ്ടാവും, ക്ഷമിക്കണം. ഒരു പോരായ്മയില്ല. നമുക്ക് ഇതിലപ്പുറം എന്ത് നല്ലതാക്കാന്നുള്ളത് ആലോചിക്കാനേ ഇല്ല. അത്രയും നന്നായിരുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് സജി സാറിന്റെ ഒരു പാട്ട് കേൾക്കാം. റംസാൻ സാറ് റംസാന്റെ ഓർമ്മ ഉണർത്തുന്ന ഒരു പാട്ടായിരിക്കും പാടുന്നത്. സാറ് 1980-85 ബാച്ചാണ്. ഇലക്ട്രിക്കൽ occupation HOD Electrical Department at Serikandi Engineers and Consultants, Kochi. Former Lead Electrical Engineer in Penston Tebody. അതുപോലെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആയിരുന്നു FSCT-യില്. സാറ് ഓവർ ടു യു സാർ. താങ്ക് യു രാജി ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്. പിന്നെ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഈ ഇത്തവണ റംസാൻ വിഷു തീമായിട്ട് സെലക്ട് ചെയ്തു. ആദ്യത്തെ ഒരു തീം ബേസ്ഡ് ഇവന്റ് ആണ് നമ്മൾ ധ്വനിയുടെ തുടങ്ങിയതിന് ശേഷമുള്ള. അപ്പോൾ റംസാൻ തീം ഉള്ള ഒരു പാട്ടാണോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ അല്ല. റംസാൻ എന്ന വാക്ക് വെച്ച് തുടങ്ങുന്നുള്ളൂ. പക്ഷെ ഇതൊരു നല്ല ഒരു പ്രണയഗാനമാണെന്നേ പറയാൻ പറ്റുള്ളൂ. എനിവേ 1975 ഇറങ്ങിയ ആലിബാബയും 41 കള്ളന്മാരും എന്ന സിനിമയിലെ റംസാനിലെ ചന്ദ്രികയോ എന്നുള്ള പാട്ടാണ് ഇത്തവണത്തേക്ക് ഞാൻ സെലക്ട് ചെയ്തത്. ഒരു 4 വരി ആദ്യം പാടാം. റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ അറബി പെൺകൊടി അഴകിൻ പൂങ്കൊടി ആരു നീ ആരു നീ ആരു നീ റംസാനിലെ ചന്ദ്രികയോ. സോറി, തൊണ്ട ശരിയല്ല. ഓക്കെ ശ്രീജിത്ത്. ശ്രീജിത്ത് വെക്കാം അല്ലേ?
റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ അറബി പെൺകൊടി അഴകിൻ പൂങ്കൊടി ആരു നീ ആരു നീ ആരു നീ റംസാനിലെ ചന്ദ്രികയോ തേജോ ഗോപുരത്തിൻ തങ്കപ്പടവിറങ്ങും താരമോ പുഷ്പകാലമോ മുന്തിരിച്ചൊടികൾ വിടത്തൂ എന്നെ നിൻ മന്ദസ്മിതത്തിൻ മടിയിലുറങ്ങാൻ അനുവദിക്കൂ. ഇടം കൈ നിന്റെ ഇടം കൈ എന്റെ വിടർന്ന മാറിലെ പടരുന്ന പൂവള്ളിയാക്കൂ പൂവള്ളിയാക്കൂ. റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ അറബി പെൺകൊടി അഴകിൻ പൂങ്കൊടി ആരു നീ ആരു നീ ആരു നീ റംസാനിലെ ചന്ദ്രികയോ. ഏതോ ചേതോ ഹരമാമരയെന്ന തേരിലെത്തും ദൂതിയോ സ്വർഗദൂതിയോ മഞ്ഞിന്റെ മുഖമടമഴിക്കൂ എന്നെ നിൻ മാദകഗന്ധം നുകർന്നു കിടക്കാൻ അനുവദിക്കൂ. വലം കൈ നിന്റെ വലം കൈ എന്റെ തലയ്ക്കു കീഴിലെ തളിരിന്റെ തലയിണയാക്കൂ തലയിണയാക്കൂ. റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ അറബി പെൺകൊടി അഴകിൻ പൂങ്കൊടി ആരു നീ ആരു നീ ആരു നീ റംസാനിലെ ചന്ദ്രികയോ. സജി വളരെ മനോഹരായിരുന്നു. പിന്നെ ആ പാട്ടും അതെ, വയലാറിന്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനം. പറഞ്ഞ പോലെ തന്നെ റംസാനെ പറ്റി ആണോ കൂടുതൽ എന്നൊന്നും ചോദിച്ചാൽ അറിയില്ല, പക്ഷെ നല്ലൊരു പ്രണയഗാനം തന്നെയായിരുന്നു. വളരെ നന്നായിട്ട് പാടി. കമന്റ്സ് ഒക്കെ നോക്കിയാൽ അറിയാം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് അടുത്തതായിട്ട് വിഷുവിനെ പറ്റിയിട്ടും റംസാനെ പറ്റിയിട്ടും ഒക്കെ സംസാരിക്കാൻ അമർനാഥ് പള്ളത്ത് സാറ് 1968 ബാച്ചാണ്. അപ്പൊ സാറിന്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കാലത്തെ ഓർമ്മകളുണ്ട്. വിഷു റംസാൻ, അന്നത്തെ വിഷു ഇന്നത്തെ വിഷു, അന്നത്തെ റംസാൻ ഇന്നത്തെ റംസാൻ, പല മാറ്റങ്ങളും വന്നിട്ടുണ്ടാവും. അപ്പൊ സാറ് ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഇതിലും നല്ലൊരാളെ നമുക്ക് കിട്ടാനില്ല. അപ്പൊ സാറിനെ ഞാൻ 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. അമർനാഥ് സർ. നന്ദി, നമസ്കാരം. ഈ ധ്വനി എന്ന പരിപാടി 2 കൊല്ലത്തോളമായി മുന്നോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം, അതായത് ഒരു ടീം ബേസ്ഡ് ആക്കി കൊണ്ടുവന്നതിൽ ഒരു വലിയ സന്തോഷം തോന്നുന്നുണ്ട്. ഇന്ന് പാടിയ 2 പേരും അപാരമായ പാട്ടുകളായിരുന്നു. 2ഉം സുന്ദരമായ ധ്വനികളായിരുന്നു അവരുടേത്. ഇനിയും ഇങ്ങനെ തന്നെ പോകട്ടെ, നന്നായി വരട്ടെ എന്ന ആശംസകളോടെ ഞാൻ എൻ്റെ പഴയ ഓർമ്മകളിലേക്ക് പറയാം. ആദ്യം പറയുന്നത് റമദാനെ പറ്റിയാണ്. റമദാൻ എന്നത് ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് എല്ലാവരും, എൻ്റെ കൂടെ ഒരുപാട് ചങ്ങാതിമാരെല്ലാം റമദാനിന് നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു.
അന്ന് ഞാൻ തിന്നാത്ത പല മാംസങ്ങളും ഞാൻ അന്ന് തിന്നാൻ പഠിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് 10-16 കൊല്ലത്തിന് മേലെ സൗദി അറേബ്യയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരിക്കുന്ന അറബികളുടെ കൂടെ സുഫ്ര എന്ന് പറയുന്ന ഭക്ഷണം രീതി, അതായത് നമ്മള് ഇരുന്നുകൊണ്ട് അവെല്ലാവരും കൂടിയാണ് ഭക്ഷണം കഴിക്കുന്നത്. അവിടെ കരണ്ടിയും ഫോർക്കും ഒന്നുമില്ല, വെച്ചിരിക്കുന്ന ഭക്ഷണത്തിന്റെ അത് കൂടെ എടുക്കുക. ആ ഒരു സംഭവം എന്നെ മറക്കാതെ കൊണ്ടുവരുന്നത് വേറൊരു കാര്യത്തിലേക്കാണ്. എന്താന്ന് വെച്ചാൽ ഈ ഫെസ്റ്റിവൽ എന്ന് പറയുന്നതും ഫെസ്റ്റിവിറ്റി എന്ന് പറയുന്നതും ഒരു തരം റീയൂണിയൻ ആണ്, അതൊരു തരം ബോണ്ടിങ് ആണ്, അതൊരു തരം ഫാമിലിയുടെ കൂട്ടുചേരലാണ്. അതാണ് ഈ ഫെസ്റ്റിവലിന്റെ അകത്തുനിന്നും ഫെസ്റ്റിവിറ്റിന്റെ അകത്തുനിന്നും മറക്കാതാവുന്നത്. നമ്മൾ മറക്കാതിരിക്കാനുള്ള കാരണവും ഇന്നും അത് ഓർത്തുകൊണ്ട് നമ്മൾക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് അനുവാദം തന്നതിനും ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സംഗതി എന്നും എന്നും നിലനിൽക്കട്ടെ എന്നുള്ളതാണ്. ഓർമ്മകളാണ് നമ്മളുടെ ജീവൻ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ ശ്വസിക്കുന്ന വായുവും കൂടാതെ നമ്മളെ കൊണ്ടു നടത്തുന്നതും ഓർമ്മകളാണ്. ആ ഓർമ്മകളിലേക്ക് റമദാൻ എന്ന വിഷയം 9ാമത്തെ മാസത്തിൽ ഞാനും അവിടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് മിക്കവാറും ഞാനും നോമ്പെടുക്കാറുണ്ടായിരുന്നു. കാരണം അതൊരു ചന്തമായിട്ടാണ് കണക്കാക്കിട്ടിരുന്നത്. കാരണം ഒരു ജീവിതത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം ആ സമയം മാത്രമായിരുന്നു. അന്ന് ഞാനത് ചെയ്തായിരുന്നു. അത് വളരെ സന്തോഷകരമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അവിടെ ഒന്നുമില്ല, അവിടെ നമ്മൾ കൂട്ടുകാരാണ്, നമ്മൾ കൂടെ ചേരുന്നവരാണ് എന്നതുള്ളതാണ് അതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളത്. വിഷു എന്നുള്ളത് ഉമ്മ പറഞ്ഞത് വിഷു കൈനീട്ടം. എനിക്ക് വിഷു എന്നുള്ളത് ഇന്നാള് കടപ്പുറത്ത് പോയ സമയത്ത് ഇട്ടാപ്പൊട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴത്തി ഒരു നിലത്തേക്ക് വലിച്ചെറിഞ്ഞാൽ പൊട്ടുന്ന ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് ഭയങ്കര ചെലവാ. അത് വിഷു വേണമെന്നില്ല, ഇല്ലെങ്കിലും അത് ഇട്ടാപ്പൊട്ടിയാണ്. അപ്പൊ അവരുടെ ജീവിതം വൈകുന്നേരം ചെയ്യുന്നത് ഇട്ടാപ്പൊട്ടി വിറ്റിട്ടാ. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ 6 പേരായിരുന്നു. ഈ 6 പേർക്ക് അടുത്ത വീട് നാരായണച്ചന്റെ പീടിയിൽ വെച്ചിട്ട് കുറെ സാധനങ്ങളൊക്കെ വാങ്ങും. അത് 6 പേർക്കും അടി ഉണ്ടാക്കിയിട്ടാണ് അത് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പൊട്ടിക്കാൻ ആകെ വരുന്നത് എന്റെ 3 സിസ്റ്റർമാർക്ക്. അവരാരും പൊട്ടിക്കാല്ല, അവർ കമ്പിത്തിരിയാ വേണ്ടിയിരുന്നുള്ളൂ. അതൊരു വക, അതൊരു വലിയ ഓർമ്മ. അത് വേറെ ഒരു ഓർമ്മ എന്താണെന്ന് വെച്ചാൽ അന്ന് ഇന്നത്തെ മാതിരി ഒന്നും അല്ലാതിരിക്കുന്ന സമയത്ത് ഒരു വിഷു കൈനീട്ടത്തിന്റെ കൂടെ അതിനു മുമ്പായിട്ട് പവിത്രൻ എന്ന ആളുടെ പേരിൽ വെച്ചിട്ട് എനിക്ക് ടെർലിയൻ ഷർട്ട് തുന്നിയത് വല്ലാത്തൊരു ഓർമ്മയാണ്. കാരണം ഒരു ഷർട്ട് എന്നുള്ളത് അന്നൊരു വലിയ സംഗതിയായിരുന്നു. ഇന്ന് നമ്മൾക്കത് വലിയൊരു സംഗതി അല്ല. അന്നത്തെ ഏറ്റവും വലിയ സംഭവം ഒരു പുതിയ മുണ്ടും ഒരു ഷർട്ടും. അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇനി ഒന്നും കൂടെ ഞാൻ പറഞ്ഞു നിർത്തട്ടെ. ഈ ഫെസ്റ്റിവലും ഫെസ്റ്റിവിറ്റീസും വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മളുടെ ബന്ധങ്ങളുടെ ശിഥിലങ്ങളാവാതിരിക്കാനുള്ള ഒരു വലിയ വലിയ സംഭവമാണത്. ഇതില്ലായിരുന്നെങ്കിൽ എന്തുണ്ടാകുമെന്ന് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഈ വിഷു എന്ന് പറയുന്നത് പല നാട്ടിലുകളിലും, ശ്രീലങ്കയിലും വിഷുവിന്റെ സമയത്ത് വിഷുവിന്റെ പേരിൽ ബിക്കു എന്നാണ് അത് ആസാമിൽ പറയുന്നത്. അങ്ങനെ പലയിടത്തും പല മാതിരി ചെയ്യുന്നു. ഫെസ്റ്റിവിറ്റീസ്, അതായത് ഉത്സവങ്ങളാണ് നമ്മൾക്ക് ഓർമ്മകളെ തരുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്, ഈ ധ്വനിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് അതേ ഓർമ്മകളാണ്. എല്ലാവർക്കും നമസ്കാരം, നന്ദി. എനിക്ക് ഈ ചാൻസ് തന്നതിന് ഉമയ്ക്കും രാജിക്കും വളരെ നന്ദി. സാറിന്റെ ഓർമ്മകള് എല്ലാവർക്കും ഒരു അനുഭവങ്ങള് പകർന്നു തന്നു. സാർ ഇനി എനിക്ക് അറിയാം സാറിന് കുറെ പറയാനുണ്ടെന്ന്. നമ്മൾ സാറിന്റെ അടുത്ത് ഇത്ര സമയം സാറിന് പറഞ്ഞതുകൊണ്ടാണ് സാർ നിർത്തിയത് എനിക്ക് അറിയാം. കാരണം ഇത്രയൊന്നും അല്ല, സാറിന് ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആളാണ്. എന്തായാലും സാർ ഇവിടെ ധ്വനിയിൽ വന്ന് ഓർമ്മകൾ പങ്കുവെച്ചതിന് വളരെ സന്തോഷം. നന്ദി പറയുന്നില്ല സാർ, സാറ് നമ്മുടെ ഫാമിലിയാണ്, അതുകൊണ്ട് നന്ദി പറയുന്നില്ല. ഒന്നുകൂടി പറയട്ടെ, ഈ വിഷുവിന്റെ സമയത്ത് ഞങ്ങളുടെ കോളേജില് 2 പേര് ലീവ് എടുക്കാൻ വീട്ടിൽ പോകാറില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവര് പറയുന്ന വീട്ടിൽ പോകുന്നതിനേക്കാളും നല്ലത് അകത്തെ തറയുള്ള മെസ്സിലെ ഭക്ഷണമായിരുന്നു എന്നായിരുന്നു. അത് പെട്ടെന്ന് ഓർമ്മ വന്നു. അത് 2 പേരും മരിച്ചുപോയി, ആലിക്കോയും കിഷോറും. നമസ്കാരം സാർ. പിള്ള സാറേ നമസ്കാരം, നന്ദി. നമസ്കാരം. ഞാൻ വെളിച്ചത്തെത്തി. സാറിനെ സംസാരിക്കാം അല്ലേ ഇപ്പൊ? ഒരു മിനിറ്റ് സംസാരിക്കാം. ഓക്കെ, സന്തോഷം. ഞാൻ യാത്രയിൽ മടങ്ങുന്ന വഴിയായിരുന്നു. അതുകൊണ്ടാണ് അപ്പൊ എന്നെ വിളിച്ചപ്പോ ഞാൻ സംസാരിക്കാൻ. കാരണം ഇരുട്ടത്ത് എന്റെ മുഖം കണ്ടിട്ട് കേട്ടോട്ടെ എന്ന് കരുതിയാണ്. തിരിച്ച് വീട്ടിലെത്തി അകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. ധ്വനി ടീം, ഞാനും അതിന്റെ ഒരു ഭാഗമാണെങ്കിലും ഞാൻ അതിന്റെ ഒരു പാസീവ് പാർട്ടാണ്.
എൻ്റെ ആക്റ്റീവ് പാർട്ട് ഇതാ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെയാണ്. അപ്പൊ അവര് വളരെ സജീവമായിട്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് എല്ലാ 2 മാസം കൂടുമ്പോഴും അത് കൃത്യമായിട്ട് ആവർത്തിക്കപ്പെടുന്നുണ്ട്. നല്ല അപ്രീസിയേഷൻ വരുന്നുണ്ട് കേൾക്കുന്നവരും. പക്ഷെ നമുക്ക് ഇപ്പോഴും ഒരു ചെറിയ തകരാറ്, നേരിട്ട് കേൾക്കുന്നവരുടെ എണ്ണം കൂട്ടാൻ പറ്റിയില്ല എന്നുള്ളതാണ്. നമ്മൾ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന പലരും കേൾക്കുന്നുണ്ട്. ഇതിന്റെ ഈ നേരിട്ട് കേൾക്കുന്നവരുടെ എത്രയോ ഇരട്ടി നമ്മൾ യൂട്യൂബിൽ ഇടുന്നവർ കേൾക്കുന്നുണ്ടെന്ന് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ നേരിട്ട് കേൾക്കുന്നവരുടെ എണ്ണം ഇനിയും കൂട്ടണം. അപ്പൊ അതിനെന്താ വഴിയെന്ന് ഇനിയും ഒരു ചെറിയ റിസർച്ച് ആവശ്യമാണ്. നമ്മുടെ ധ്വനിയിൽ നേരിട്ട് കേൾക്കുന്നവരുടെ എണ്ണം കൂട്ടാൻ വേണ്ടി. ഒരുപക്ഷെ റെക്കോർഡിങ്ങും കുഴപ്പമില്ലാതെ മതി എന്ന് തോന്നിയിട്ടാണോ എന്നറിയില്ല. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഞാന് വീട്ടിലേക്ക് കയറിയത് അഞ്ജനയുടെ കണി കാണുന്ന നേരം കേട്ടോണ്ടാണ്. മാത്രമല്ല അപ്പോഴ് വെളിച്ചത്തേക്ക് വരികയും ചെയ്തു. സന്തോഷമുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഫേസ്ബുക്കിൽ അഞ്ജനയുടെ ഒരു പാട്ട് കേട്ടതേ ഉള്ളൂ. ഇന്നിപ്പോ രണ്ടാമത് ഇന്ന് വൈകിട്ടും കേൾക്കാൻ കഴിഞ്ഞു. ഈ പാടുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഇത് നമ്മുടെ ഒരു സ്റ്റാമ്പ്ഡ് പ്രോഗ്രാമായിട്ട് മാറി, ഒരു സിഗ്നേച്ചർ ഐറ്റം ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി എല്ലാ വർഷവും ഇത് കണ്ടിന്യൂ ചെയ്യണം. ഈ അലുമിനി അസോസിയേഷന്റെ ഭാരവാഹികൾ മാറിയാൽ ഈ പ്രോഗ്രാം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഇത് നമ്മുടെ ഒരു സിഗ്നേച്ചർ പ്രോഗ്രാമായി. എല്ലാവർക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വിഷുവും റമദാനും ഒരുപാട് ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടാവും. അത് അയവിറക്കാനുള്ള സമയം ഇപ്പം ഇല്ല, കാരണം അത്രയും പാട്ട് മുടങ്ങിപ്പോകും. അതുകൊണ്ട് പാട്ടിന് വേണ്ടി വഴിമാറുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇതിന്റെ പ്രസിഡന്റ് എന്നുള്ളതിൽ സ്വാഗതം പറയുന്നു. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. എങ്കിലും ഒരിക്കൽ കൂടി നമ്മൾ കണ്ടുമുട്ടാൻ കഴിഞ്ഞൊരു സന്തോഷം. താങ്ക് യു. താങ്ക് യു സർ. ഇനി നമുക്കൊരു പാട്ടിലേക്ക് പോവാം. സുനിലിന്റെ പാട്ട് കേൾക്കാം. സുനിൽ കുമാർ AK 1983-87 ബാച്ച് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ ആയിരുന്നു. നൈജീരിയയിലാണ് സുനിൽ വർക്ക് ചെയ്യുന്നത്. നമുക്ക് സുനിലിന്റെ പാട്ട് കേൾക്കാം. നമസ്കാരം എല്ലാവർക്കും. ഞാനിപ്പോ ഓഫീസിലാണ്, അതുകൊണ്ട് വലിയ സംസാരങ്ങളും എന്താ പറയുക പാട്ടും ഒഴിവാക്കാണ്. ഇതൊരു ഞാൻ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് വിഷുവിന് വേണ്ടി ചെയ്ത ഒരു പാട്ടാണ്. ലിറിക്സ് കുഞ്ഞില്ലം എന്ന തൂലികാനാമത്തിൽ നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെയും ജയ്ഹിന്ദ് TVയുടെയൊക്കെ ഹെഡായിരുന്ന KP മോഹൻ സാറ്, അദ്ദേഹം നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. അദ്ദേഹം എഴുതി തന്ന ലിറിക്സ് ആണ്. അപ്പം അത് എൻ്റെ ഒരു സുഹൃത്ത് രജി വയനാട് ട്യൂൺ ചെയ്ത് തന്നതാണ്. കാലിക്കറ്റ് വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്തത്. അദ്ദേഹം ഒരു എന്താ പറയുക സലിൽ ചൗധരിയുടെയൊക്കെ ഒരു സ്റ്റൈലിൽ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും പാട്ട് കേട്ട് പറയൂ. താങ്ക് യു. വിഷുപക്ഷി പാടുന്നു വിഷാദങ്ങളെ പോകൂ എന്നാണ് ലൈൻ. വിഷുപക്ഷി പാടുന്നു വിഷാദങ്ങളെ പോകൂ, തുഷാരാർദ്രമാകുന്നു ഉഷസിന്റെ മാനസം. വിഷുപക്ഷി പാടുന്നു വിഷാദങ്ങളെ പോകൂ, തുഷാരാർദ്രമാകുന്നു ഉഷസിന്റെ മാനസം. കിലുക്കുന്ന കൊമ്പിലെ കിനാവിന്റെ കിങ്ങിണി കിലുങ്ങുന്നു ലോലമായി കണിമേട പുലരി. കിലുക്കുന്ന കൊമ്പിലെ കിനാവിന്റെ കിങ്ങിണി കിലുങ്ങുന്നു ലോലമായി കണിമേട
ഇടപുലരി പച്ച പുതച്ചൊരു പാടത്തിൻ മാറിൽ ഓർമ്മ തൻ വിത്തിറക്കാൻ വിത്തിലെ മുത്തിനെ കാറ്റിൻ താളത്തിൽ താലോലമാട്ടിയിട പച്ച പുതച്ചൊരു പാടത്തിൻ മാറിൽ ഓർമ്മ തൻ വിത്തിറക്കാൻ വിത്തിലെ മുത്തിനെ കാറ്റിൻ താളത്തിൽ താലോലമാട്ടിയിട നീയും പോരൂ കൂടെ വിഷുപക്ഷി പാടുന്നു വിഷാദങ്ങളെ പോകൂ തുഷാരാർദ്രമാകുന്നു ഉഷസിന്റെ മാനസം കണി കാണാൻ ഉണരുമ്പോൾ കണ്ണു പൊത്തി തുറക്കുമ്പോൾ ഉണ്ണിക്കൈയിൽ കൈനീട്ടത്തിൻ കിലുക്കങ്ങൾ കിനിയുമ്പോൾ കണി കാണാൻ ഉണരുമ്പോൾ കണ്ണു പൊത്തി തുറക്കുമ്പോൾ ഉണ്ണിക്കൈയിൽ കൈനീട്ടത്തിൻ കിലുക്കങ്ങൾ കിനിയുമ്പോൾ മധുരാലസ്യമാസ്മരലഹരിയിൽ മയങ്ങും മണ്ണാകാൻ മണ്ണിൻ മാറിൽ പെയ്യും മഴയുടെ മൃദുമർമരമാകാൻ മധുരാലസ്യമാസ്മരലഹരിയിൽ മയങ്ങും മണ്ണാകാൻ മണ്ണിൻ മാറിൽ പെയ്യും മഴയുടെ മൃദുമർമരമാകാൻ നീയും പോരൂ കൂടെ വിഷുപക്ഷി പാടുന്നു വിഷാദങ്ങളെ പോകൂ തുഷാരാർദ്രമാകുന്നു ഉഷസിന്റെ മാനസം വിഷുപക്ഷി പാടുന്നു വിഷാദങ്ങളെ പോകൂ തുഷാരാർദ്രമാകുന്നു ഉഷസിന്റെ മാനസം സുനിൽ നന്നായി പാടി. താങ്ക് യു. ശരിക്കും വിഷുപ്പാട്ട് തന്നെയായിരുന്നു. നല്ല വിഷാദങ്ങളൊക്കെ മാറിപ്പോട്ടെ എല്ലാവർക്കും എന്നും സന്തോഷാവട്ടെ എന്നുള്ളതാണ്. മാത്രല്ല പുതിയൊരു പാട്ട് എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ? നമ്മൾ അത്രയും ഒരുപാട് അല്ലെ ഒരുപാട് പാട്ടല്ലേ? അതെ അതെ. സുനിൽ വഴി ഒരുപാട് പേര് അത് കേട്ടു. എപ്പോഴും സിനിമ പാട്ട് കേൾക്കുന്നതിന് ഒരു വ്യത്യാസം. അതെ അതെ. അടുത്തത് നമുക്ക് കാവ്യ 2020 ബാച്ചാണ്. ഇപ്പോ കാവ്യ ടാറ്റ എലക്സിയിൽ വർക്ക് ചെയ്യാണ് ബാംഗ്ലൂരില്. കാവ്യ നമ്മളോട് ഏത് പാട്ടാ പാടണമെന്ന് കാവ്യ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്ലേ ചെയ്യാം. ഹലോ ടീച്ചറെ കേക്കാവോ? കേക്കാം. ആഹാ, ഞാന് വീഡിയോ ഓൺ ചെയ്യുന്നില്ല, ഞാൻ പുറത്താണ്. വീഡിയോ വീഡിയോ ഓൺ ചെയ്യുന്നില്ല കാരണം ഇവിടെ ഞാൻ പുറത്താണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ സംസാരിക്കാം. ഞാന് പാടാൻ പോകുന്നത് കേശാദിപാദം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ്. ജാനകിയമ്മ പാടിയ നമ്മൾ വിഷു റിലേറ്റഡ് പാട്ടാണ് സെലക്ട് ചെയ്തത്. അപ്പോ അത്രേ ഉള്ളൂ. രണ്ടുപേരും പാടാൻ പറ്റുമോ അതോ പറ്റും? ഇല്ലെങ്കിൽ പ്ലേ ചെയ്യാം. എങ്ങനെ എന്റെ വോയിസ് ലൈക്ക് നല്ല ബഹളമാണ് തോന്നുന്നു ഇവിടെ ചുറ്റും. ഞാന് ഒരു ബഹളം ഇല്ല കേട്ടോ, ഞങ്ങൾക്ക് ഒരു ബഹളം കേൾക്കാനില്ല. ഒന്നും കേൾക്കണില്ല, വേറെ ശബ്ദമൊന്നും കേൾക്കണില്ല. പാടിക്കോളൂ, അവിടെ പാടാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ പാടിക്കോളൂ, ഇവിടെ പ്രശ്നമില്ല. ആ സെയിം പാട്ടാണോ പാടേണ്ടത്? അതൊരു 4 വരി പാടിയിട്ട് സോങ്ങിലേക്ക് പോവാന്ന് വെച്ചിട്ടാണ്. അതെ അത് തന്നെ. കേശാദിപാദം തൊഴുന്നേ കേശവ കേശാദിപാദം തൊഴുന്നേ ചുരുൾ മുടിയ നീളത്തിരോടനും ഭാരത്തോടു കുറയും
താഴ്ന്നു തൊഴുന്നേ കേശാദിപാദം തൊഴുന്നേ. ഓക്കെ, കേട്ടു താങ്ക് വിചാരിക്കുന്നു. യു. ഞാനിവിടെ പതുക്കെ ശ്രീജിത്ത് പാടിയതാണ്. കേട്ടു കേട്ടു. ആ ഓക്കെ, ആ താങ്ക് യു. ഓക്കെ 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 താങ്ക് യു. കേശാദിപാദം തൊഴുന്നേ കേശവ കേശാദിപാദം തൊഴുന്നേ. പീലിച്ചുരുൾ മുടിയും നീലത്തിരുവുടലും ഹാലത്തൊടു കുറിയും താണു തൊഴുന്നേ കേശാദിപാദം തൊഴുന്നേ. മകര കുണ്ടലമിട്ട മലർക്കാതു തൊഴുന്നേ. ആ മകര കുണ്ടലമിട്ട മലർക്കാതു തൊഴുന്നേ. കുടില കുണ്ടളം പാറും കുളിർനെറ്റി തൊഴുന്നേ. കരുണ തൻ കടലായ കടമേനി തൊഴുന്നേൻ. അരുണ കിരണമണി മുഖപത്മം തൊഴുന്നേൻ കേശാദിപാദം തൊഴുന്നേൻ. കളവേണുവണിയുന്ന കരതലം തൊഴുന്നേൻ. കൗസ്തുഭം തിളങ്ങുന്ന കളകണ്ഠം തൊഴുന്നേൻ. വനമാല മയങ്ങുന്ന മണിമാറ തൊഴുന്നേൻ. കനക കങ്കണമിട്ട കൈത്തണ്ട തൊഴുന്നേൻ കേശാദിപാദം തൊഴുന്നേൻ. അരയിലെ മഞ്ഞ പട്ടുടയാട തൊഴുന്നേൻ. മണിമുത്തു കിലുങ്ങുന്നൊരഞ്ഞാണം തൊഴുന്നേൻ. കനകച്ചിലങ്ക തുള്ളും കാൽ തളിർ തൊഴുന്നേൻ. കരിമുകിൽ വന്ദനെ അടിമുടി തൊഴുന്നേൻ കേശാദിപാദം തൊഴുന്നേൻ. കേശാദിപാദം തൊഴുന്നേൻ. കേശവ കേശാദിപാദം തൊഴുന്നേൻ. കാവ്യ നന്നായി പാടി. ഇതെല്ലാം വിഷുവിന് നമ്മള് വിഷു വരുമ്പോ എപ്പോഴും കേൾക്കുന്ന പാട്ടുകളാണ്. അടുത്തതായിട്ട് നമുക്ക് വീണ്ടും നമ്മളോട് സംസാരിക്കാനായി എത്തുന്നത് ഡോക്ടർ താജുദ്ദീൻ. താജുദ്ദീൻ സാറ് 1981 ബാച്ച് അലുമിനിയാണ്. സാറ് കോളേജിൽ പഠിച്ചതിന് ശേഷം നമ്മുടെ കോളേജിൽ തന്നെ വർക്ക് ചെയ്ത് കോളേജിൽ നിന്ന് പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്തു. സാർ ഇപ്പൊ പാലക്കാടാണ് താമസം. താജുദ്ദീൻ സാർ, സാറിന്റെ ഓർമ്മകളും സാറിന് വിഷുവിനെ പറ്റിയും റംസാനെ പറ്റിയും പറയാനുള്ളത് കേൾക്കാൻ ഞങ്ങൾ റെഡിയാണ്. സാറ് റെഡിയാണല്ലോ? സാറ് മ്യൂട്ടാണോ? സാറ് മ്യൂട്ടാണ്. സാർ മ്യൂട്ടാണ്. ഇപ്പൊ ശരിയായോ? ചെയ്യണം. ആ ഇപ്പൊ കേക്കാം. അത് എനിക്ക് തോന്നുന്നുള്ള റംസാൻ, പഴയ കാലത്ത് റംസാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നേരത്തെ അത്താഴം കഴിക്കും. 4 മണി 4:30 മണിയാകുമ്പോൾ അത്താഴം കഴിക്കും. പിന്നെ ഒരു 6 തൊട്ട് 7 മണി വരെ ഒന്ന് ഉറങ്ങി വിശ്രമിക്കും. അത് കഴിഞ്ഞാൽ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ അല്ലെങ്കിൽ ജോലിക്കെല്ലാം പോകും. വൈകുന്നേരം വന്ന് സൺസെറ്റ് ആയിക്കഴിഞ്ഞ് നോമ്പ് തുറക്കും. പിന്നെ കഴിയുകയാണെങ്കിൽ പള്ളിയിൽ പോകും. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അന്ന് സക്കാത്ത് കൊടുക്കുന്ന പരിപാടി അന്നും ഉണ്ടായിരുന്നു. സക്കാത്ത് കൊടുക്കുന്നത് ഈ റംസാൻ കാലത്താണ്. അപ്പൊ അത്ര സ്ട്രിക്റ്റ് ആയിട്ടൊന്നും നോക്കില്ല. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ നെറ്റ്
ബാലൻസ് ഉണ്ടല്ലോ, ആഭരണമായിട്ടും അസറ്റ് ആയിട്ടും എല്ലാം, ആ അസറ്റിന്റെ 2.5% കൊടുക്കണം. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു 10 ലക്ഷം രൂപയാണ് നമ്മൾ അസറ്റ് ആയിട്ട് ഒരു വർഷം ഉള്ളതെങ്കിൽ 25,000 rupees കൊടുക്കണം. അത് അർഹതപ്പെട്ടവർക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അർഹതപ്പെട്ടവര് എന്ന് പറയുമ്പോൾ പൈതൃക ഭവൻ, ആഭരണം, സ്വർണ്ണാഭരണം കുറവുള്ളവരെല്ലാം അത് വാങ്ങിക്കാൻ അർഹതയുള്ളവരാണ്. പൈതൃക ഭവന് കൂടുതൽ അസറ്റ് ഉള്ളവര് കൊടുക്കാനും ബാധ്യസ്ഥരാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ ധാരാളം പേര് സക്കാത്ത് ശരിയാവണ്ണം കൊടുക്കുന്നുണ്ട്. അതാണ് അന്നത്തെയും ഇന്നത്തെയും വ്യത്യാസം. അന്നത്തെ സക്കാത്ത് എന്ന് വെച്ചാൽ നമ്മൾ വിഷുവിന് കൊടുക്കുന്ന കൈനീട്ടുണ്ട്, ഏതാണ്ട് അതൊരു 5 രൂപ, 10 രൂപ, 50 രൂപ, 100 രൂപ അങ്ങനെ കൊടുത്തു പോരായിരുന്നു. ഇപ്പൊ അതല്ല. ഇപ്പൊ ഒരു വീട്ടിലേക്ക് അവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും വാങ്ങിക്കാനോ ഒരു അസറ്റ് അവർക്ക് ഉണ്ടാകുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവർക്കൊരു ജീവിച്ചു പോകാനുള്ള ഒരു പുതിയ എന്റർപ്രൈസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പണമെല്ലാം കൊടുത്തു പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മാറ്റം ഈ റംസാൻ, ഇപ്പോഴത്തെ റംസാനില് വന്നിട്ടുണ്ട്. പിന്നെ അത് കൂടുതലായിട്ട് തക്വ എന്ന് പറയും. തക്വ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷ്മത പാലിക്കുക, തെറ്റിൽ നിന്നും തെറ്റിലേക്ക് പോകാതെ നന്മയുടെ പാതയിലേക്ക് പോകുന്ന ഒരു പ്രോസസ്സാണ് തക്വ എന്നുള്ളത്. ആ തക്വ എന്ന് കൂടിയിട്ടുണ്ട്. അത് എല്ലാ മുസ്ലിങ്ങളും, അതായത് നമ്മൾ കള്ളവുമില്ല, ചതിയുമില്ല പറയുന്നു. അതുപോലെയുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ഇപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുക. ആരെയും ചതിക്കില്ല, കള്ളം പറയില്ല, അങ്ങനെയുള്ളത്. അതല്ല, ഈ റംസാനുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ ക്ലാസ്സുകൾ, സ്റ്റഡി ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ധാരാളം മാറ്റങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. എടുത്തു പറയത്തക്ക അപ്പൊ ഒരു സെൽഫ് പ്യൂരിഫിക്കേഷൻ, നമ്മൾ സ്വയം നന്നാകുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഈ റംസാൻ കാലത്ത് നടക്കുന്നത്. അതിപ്പോ നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ളവര് അതിന്റെ വളരെ ജാഗരൂകരാണ്. പിന്നെ അതുപോലെ പണക്കാരൻ തന്നെ അവര് സക്കാത്ത് കൊടുക്കാനൊന്നും മടിക്കുന്നില്ല. ശരിക്കും പ്രോപ്പറായിട്ട് സക്കാത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും അധ്വാനികളാണ്. കോമ്പറ്റീറ്റീവ് വേൾഡ് ആണല്ലോ, അതായത് എല്ലാവരും അധ്വാനിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതാണ് ഞാൻ ഇന്ന് കാണുന്ന. പിന്നെ ഡ്രസ്സിന്റെ കാര്യത്തിൽ അന്നും റംസാനും ഡ്രസ്സ് എടുക്കും, ഇന്നും എടുക്കുന്നുണ്ട്. അതിന് കാര്യമായിട്ട് മാറ്റമൊന്നും അത് ഡ്രസ്സിന്റെ കാര്യത്തിൽ. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ ചെറിയൊരു മാറ്റം വന്നതുണ്ട്. അന്ന് ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങളില്ല, ഇന്ന് പോഷമാണ്. പോഷമായിട്ട് കഴിക്കുന്നവർക്ക് കഴിക്കാം, അല്ലാത്തവർക്ക് ലഘുവായിട്ടുള്ള ഭക്ഷണം തന്നെ കഴിച്ച് അങ്ങനെ ഇരിക്കാം. മറ്റ് ഇഫക്റ്റ് എന്ന് വെച്ചാൽ ആത്മശുദ്ധിയാണ് റംസാനില് ഉള്ളത്. പിന്നെ വിഷു, അന്നത്തെ വിഷു എന്ന് വെച്ച് കഴിഞ്ഞാൽ പടക്കം പൊട്ടിക്കുക, കൈനീട്ടം. രാവിലെ ഒരു 7 മണിയാകുമ്പം പണിക്കാര് പനയിലത്തെ ഇളനീ കൊണ്ടുവരും. ഓരോരുത്തർ 1 ചാക്ക് 2 ചാക്ക് ഇളനീരെല്ലാം കൊണ്ടുവരും. അതിനും അവർക്ക് കൈനീട്ടാ കൊടുക്കുക. അത് ആ ഇളനീരെല്ലാം ഒരാഴ്ചക്ക് കഴിക്കാനുള്ളൂ. എല്ലാവർക്കും ഒരു 8 9 മെമ്പേഴ്സ് ഉള്ള വീട്ടില് ഒരാഴ്ച വരെ കഴിക്കാനുള്ള ഇളനീ അന്ന് ഉണ്ടാകുമായിരുന്നു. ഇന്ന് അത് ഓർമ്മ മാത്രമാണ്. ഇന്ന് വേണമെങ്കിൽ നൊങ്കായിട്ട് ഒരു നൊങ്കിന് 10 രൂപ കൊടുത്താലേ കിട്ടുള്ളൂ. അത് ഒരു ഇളനീര് 3 2 ആയിരിക്കും. അതിന് നമ്മൾ 20 രൂപ 30 രൂപ കൊടുക്കണം. അതാണ് അന്നത്തെ ഇളനിക്ക്, ഇന്നത്തെ ഇളനിക്ക്. പിന്നെ ആ കാലഘട്ടത്തിൽ ധാരാളം പടക്കം പൊട്ടിക്കായിരുന്നു. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ഇന്നത്തെ ഒരു 1970 തന്നെ 300 രൂപയ്ക്ക് പടക്കം വാങ്ങിച്ചിട്ടുണ്ടായി. ആ 300 രൂപത്തെ പടക്കം പൊട്ടിക്കാൻ രാവിലെ 3 മണി തൊട്ടിട്ട് രാവിലെ 8 മണി വരെ പൊട്ടിച്ചാലും ആ 300 രൂപ പടക്കം തീയില്ല. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങള് പടക്കം ഒന്നും വാങ്ങിക്കാറില്ല. വീട്ടില് അത് പൊട്ടിക്കാനുള്ള ആളുകളില്ലാന്നുള്ളത് തന്നെ. വീട്ടിലെല്ലാരും 1 2 മക്കളെ വെച്ചിട്ട് അവര് ജോലി വിട്ട് ഓരോ സ്ഥലത്തേക്കും പോയി. പിന്നെ നമ്മളെ ഈ ഞങ്ങളെന്ത് പൊട്ടിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഒന്നും പടക്കം എന്നുള്ളതല്ല. ഞാൻ എന്റെ വീട്ടിൽ മാത്രമല്ല, തൊട്ടടുത്തുള്ള ഹിന്ദുക്കളുടെ വീട്
അവിടെയും പടക്കമൊന്നും കാണുന്നില്ല. ഒരു ചുറ്റുള്ളത് അവിടെയും ഒരു പടക്കമൊന്നും കാണുന്നില്ല. അത് ഒരു മാറ്റം പടക്കത്തിന് സംഭവിച്ചു. പിന്നെ ഭക്ഷണം, വിഷുവിലുള്ള ഭക്ഷണം അന്നത്തെ ഭക്ഷണം തന്നെയാണ് ഇന്നും, ഒരു മാറ്റമില്ല. എന്നാൽ വിഷു കഴിഞ്ഞ് വൈകുന്നേരം ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ അടിപൊളി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ആൾക്കാർ കാണുന്നുണ്ട്. ഇത്രേ ഉള്ളൂ ഓർമ്മ എടുത്തു പറയാനുണ്ട്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താജുദ്ദീൻ സാർ, അയ്യോ ഗംഭീരമായി അല്ലേ സാറിന്റെ ഓർമ്മ. ശരിക്കും കാലാനുസൃതമായ മാറ്റങ്ങൾ എല്ലാ ആഘോഷങ്ങൾക്കും വരുമല്ലോ അതെന്തായാലും. പക്ഷെ സാറ് വിഷുവിനെയും റംസാനെയും കൂടെ കണക്ട് ചെയ്ത് അതും ഇതും ഒന്നാണ്, അതിലൊരു വ്യത്യാസം ഇല്ല എന്നുള്ള രീതിയിൽ സാറ് സംസാരിച്ചത് വളരെ ഹൃദ്യമായി. അതുപോലെ പടക്കത്തിന്റെ കാര്യം സാറ് പറയുമ്പോ ഒരു എൻവറോൺമെന്റൽ പൊല്യൂഷൻ ഒഴിവാക്കണ ഇതിലേക്കുള്ളൊരു നമ്മുടെ പോക്കിനൊരു ഗുണം ചെയ്യും എന്നുള്ളൊരു സന്തോഷം മാത്രമേ പടക്കം ഒഴിവാക്കുന്നുണ്ടുള്ളൂ. പക്ഷെ ആഘോഷങ്ങളിൽ ആ ഒരു 2 ദിവസം കൊണ്ട് ഒരു പടക്കം പൊട്ടിയാലും ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. പ്ലസ് പോയിന്റ് ഉണ്ട്. 300 രൂപയ്ക്ക് അന്ന് കുറച്ച് വരുന്നു, ഇന്ന് 300 രൂപയ്ക്ക് പടക്കം പൊട്ടിച്ചാൽ അതൊരു പ്ലസ് പോയിന്റ് ആണ്. അതെ അതെ. അപ്പൊ എല്ലാം കാലാനുസൃതമായ മാറ്റം എല്ലാത്തിനും വരണം. പക്ഷെ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതിന്റെ രീതികൾ മാറി. ഓക്കെ, ഞാന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പോവുകയാണ്. താങ്ക് യു. എല്ലാവരും കാണാൻ കൊണ്ട് കഴിച്ച സന്തോഷമുണ്ട്. നല്ല പ്രോഗ്രാമാണ്. എല്ലാവരും പാട്ടൊക്കെ പാട്ട് പാടുന്നവരൊക്കെ വല്ലാത്ത എന്നെ കൊണ്ട് പാടാൻ പറ്റുന്നില്ലല്ലോ, അവർക്ക് പാടാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഇതുണ്ട്. അതായത് ദൈവം കൊടുത്ത ഒരു അനുഗ്രഹം, ഞങ്ങൾ അറബിയിൽ പറയുകയാണെങ്കിൽ നിയമത്ത് എന്ന് പറയും. എല്ലാ അനുഗ്രഹങ്ങളും ഈ പാട്ട് പാടുക എന്നുള്ള ഒരു അനുഗ്രഹം, ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അതൊക്കെ ശ്രുതിയെല്ലാം തെറ്റാതെ കൊണ്ട് വളരെ നന്നായിട്ട് സുനിലും എല്ലാവരും നല്ലോണം പാടി. പിന്നെ ഇപ്പോ അവസാന പാട്ടി കുറിച്ചുണ്ടല്ലോ, ആ കുട്ടി വളരെ നല്ല പാട്ടായിരുന്നു പാടിയത്. പൊതുവെ നല്ല പ്രോഗ്രാമാണ്, കണ്ടിന്യൂ ചെയ്യണം. ഇത് കഴിയാവുന്ന സമയത്തൊക്കെ ഞാൻ പങ്കെടുക്കാം. കാരണം ഈ 7 to 8 എന്ന് പറഞ്ഞാൽ ഒരു ക്രൂഷ്യൽ ടൈമാണ് എന്നെ സംബന്ധിച്ചത്. 8 മണിക്ക് ഞാൻ പോകും. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. നമുക്ക് എല്ലാവരുടെ പേരിലും സാറിന് താങ്ക്സ് പറയാം. സാർ ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ലീവ് ചെയ്യുന്നു പറഞ്ഞു. താങ്ക് യു സാർ. സാറിനെ കുറച്ചുപേര് കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ചാറ്റൊക്കെ സാർ ഇക്കിളിപ്പെടുത്തി എന്നൊക്കെയാണ് പറയണേ പഴമകളെ പറ്റി സംസാരിച്ചിട്ട്. മാത്രമേ ഉള്ളൂ, എക്സ്റ്റു ആരാന്ന് അറിയുന്നില്ല. ഓക്കെ സാർ, താങ്ക് യു. അടുത്തതായി നമുക്ക് ഒരു പാട്ട് കേൾക്കാം. മനോജ് മേനൻ. മനോജ് 1986-90 ബാച്ചാണ്. ഈ ട്രിപ്പിൾ ആണ് മനോജ്. മനോജ് UAE ബിസിനസ് ചെയ്യാണ്. മാനുഫാക്ചറർ ഓഫ് ഇലക്ട്രിക്കൽ പ്രോഡക്ട്സ്. അതാണ് മനോജ്. ഇലക്ട്രിക്കൽ പ്രോഡക്ട്സിന്റെ ബിസിനസ് ആണ് മനോജ് ചെയ്യുന്നത്. മനോജിലേക്ക് പോവാം. മനോജ്, ഓവർ ടു യു. നമസ്കാരം. അപ്പോൾ ഈ പാട്ട് എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. TS രാധാകൃഷ്ണൻജിയുടെ കോമ്പോസിഷനാണ്. ഒരു നല്ലൊരു രാഗം കൂടിയാണ്. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. കുറച്ച് ധൃതിപ്പെട്ടിട്ടാണ് റെക്കോർഡ് ചെയ്ത്. ടൈം ഫ്രെയിമും ഡെഡ് ലൈൻസ് ഒക്കെ തന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് വാസ് ഡൺ ഇൻ എ ബിറ്റ് ഓഫ് എ ഹറി. എന്താ പറയുക, ഞാനൊരു 4 വരി പാടാം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം.
ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. താങ്ക് യു. മനോജിന്റെ പാട്ട് കേൾക്കാം. മനോജ് അല്ല, ശ്രീജിത്ത് വയ്ക്കാം അല്ലെ? ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാകച്ചാർത്തു ഞാൻ ഓർത്തുപോകും. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാകച്ചാർത്തു ഞാൻ ഓർത്തുപോകും. ഒരു പിലിയെങ്ങാനും കാണുമ്പോഴവിടുത്തെ, ഒരു പിലിയെങ്ങാനും കാണുമ്പോഴവിടുത്തെ തിരുമൂടി കൺമുന്നിൽ മിന്നി മായും, തിരുമുടി കൺമുന്നിൽ മിന്നി മായും. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന
അകതാരിലാക്കുവാൻ എത്തിയിടുമോ മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അകതാരിലാക്കുവാൻ എത്തിയിടുമോ മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അടിയന്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ, അടിയന്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ അവതാര കൃഷ്ണ കള്ളനോട്ടം. അവതാര കൃഷ്ണ കള്ളനോട്ടം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യെങ്കിൽ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. മനോജ് കുറെ പേരെ ഗുരുവായൂർ അമ്പലത്തിൽ എത്തിച്ചു. ശരിക്കും പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ട് ഭയങ്കര മെലഡിയസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അത് വളരെ ഭംഗിയായിട്ട് പാടി. അപ്പൊ നമുക്ക് ഇനി ക്രെഡിറ്റ് എനിക്കല്ല, ക്രെഡിറ്റ് പാട്ട് രചിച്ച എന്താ പറയാ എഴുതിയ ടി.എസ്. രാധാകൃഷ്ണൻ വരികളാണ് ശരിക്കും, വരികളും സംശയമില്ല. കോമ്പോസിഷനും. ചൊവ്വലൂർ കൃഷ്ണൻകുട്ടി. അതെ 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 അതെ. അല്ല, പാടുന്ന ആൾക്കും ക്രെഡിറ്റ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല നമുക്ക്. അത് പാടണമെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ പാടാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ ക്രെഡിറ്റ് അതിനുള്ള അത് റെക്കോർഡിൽ കേൾക്കും, പക്ഷെ അത് റീക്രിയേറ്റ് ചെയ്യുന്ന ഒരാളുടെ കഴിവല്ലേ ഇവിടെ നമ്മൾ കേൾക്കുന്നത് ഇപ്പൊ. അതെ അതെ, അതെന്തായാലും ആ ക്രെഡിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതെ. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് വേണ്ടി പാടാൻ എത്തുന്നത് രാഖി രാജ്. രാഖി 2020 ബാച്ച് ആണ് ഇലക്ട്രിക്കൽ. രാഖി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് കൊച്ചിയിൽ വർക്ക് ചെയ്യാണ്. രാഖി ഏത് പാട്ടാണ് പാടുന്നത്? ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആക്ച്വലി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ. ഒരിക്കൽ കൂടി ധ്വനിയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, ഞാൻ ഇന്ന് പാടാൻ പോകുന്നത് താമരക്കുരുവിക്ക് തട്ടമിട എന്നുള്ള സോങ് ആണ്. അച്ചുവിന്റെ അമ്മ എന്ന മൂവിയില് ഗിരീഷ് പുത്തഞ്ചേരി സാറുടെ ലിറിക്സില് ഇളയരാജ മ്യൂസിക് ചെയ്ത സോങ് ആണ്. മഞ്ചേരിയാണ് പാടിയിരിക്കുന്നത്. രണ്ടുപേര് പാടാം. താമരക്കുരുവിക്ക് തട്ടമിട്, തങ്കിനാവിന്റെ കമ്മലിട്, അരിമുല്ലക്കഴുത്തിലെ ഹീലസിട്, സുറുമക്കണിണയിൽ സൂര്യനിട്. ബാക്കിയതില് കേൾക്കാം. താങ്ക് യു. ഓക്കെ, ശ്രീജിത്ത്. la 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 la
ലാലത്തരംലയോ അടച്ചോന്റെ പ്രാവ് തോൽക്കും വരികയാണോ നെസ്യമുള്ള ലൈലയാണോ ഈ ലാലത്തരംലയോ അടച്ചോന്റെ പ്രാവ് തോൽക്കും വരികയാണോ മുത്തമ്മാന്റെ മോളെ മുത്തം വെച്ച തങ്കമേ കിതാബിൽ കാണും മുംതാസിന്റെ പൈതലേ കെട്ടിപ്പട്ട് തപ്പുമുട്ടും ഒപ്പനയും ഒരുക്കണും സൽക്കാരം നടത്താം മനസ്സിന്റെ മണിമുറ്റം തിരിക്കുന്ന കുറവുള്ള പവിഴ കിളികളെ പറക്കണം താമരക്കുരുവിക്ക് തട്ടമിട് തങ്കക്കിനാവിന്റെ കമ്മലിട് അരിമുല്ലക്കടത്തിലെ ഏലത്തിട് തുറമുക്കണ്ണിടയിൽ സൂര്യനിട് താമരക്കുരുവിക്ക് തട്ടമിട് തങ്കക്കിനാവിന്റെ കമ്മലിട് അരിമുല്ലക്കടത്തിലെ ഏലത്തിട് തുറമുക്കണ്ണിടയിൽ സൂര്യനിട് കാബൂലാക്കി വാഴ്ത്തിടേണം നീനാവത്ത പെൺമണി മുന്നിറത്ത വമ്പനാവാം വിരുന്നുകാരൻ കാബൂലാക്കി വാഴ്ത്തിടേണം നീനാവത്ത പെൺമണി മുന്നിറത്ത വമ്പനാവാം വിരുന്നുകാരൻ കിട്ടാക്കിസ് പാട്ടാൻ വയലക്കിസ്സയോടണം റംസാനിലാവാൻ റുമാലൊന്നും തുന്നണം പിച്ചടപ്പ് കൊടുത്ത് മച്ചകത്തെ വാതിലടച്ച ചാരം കൊടുത്തോ അരിമുല്ല കൊടി കൊണ്ട് വിരിയിട്ട കട്ടിലുമേൽ അനക്ക് പിണങ്ങുമ്പോൾ തിരുവണം താമരക്കുരുവിക്ക് തട്ടമിട് തങ്കക്കിനാവിന്റെ കമ്മലിട് അരിമുല്ലക്കടത്തിൽ ഏലത്തിട് തുറമുക്കണ്ണിടയിൽ സൂര്യനിട് വരുണുണ്ടേ വിമാനച്ചിറകിൽ സുൽത്താൻമാരെടുത്തൊരുമിച്ചിരിക്കാൻ ആരാണാ ബേബി ഇതിലാരാണാ പോരെ ആരാണാ ബേബി ഇതിലാരാണാ പോരെ താമരക്കുരുവിക്ക് തട്ടമിട് തങ്കക്കിനാവിന്റെ കമ്മലിട് അരിമുല്ലക്കടത്തിൽ ഏലത്തിട് തുറമുക്കണ്ണിടയിൽ സൂര്യനിട് വാവ് എന്തൊരു എനർജി ആയിരുന്നു. ശരിക്കും ഒരു മുസ്ലിം കുടുംബത്തിന്റെയും ഒരു ഹിന്ദു കുടുംബത്തിന്റെയും ഒരു സൗഹൃദത്തിന്റെ അങ്ങേയറ്റത്തെ ആ ഒരു ഒരു ഉത്സാഹവും ആ ഒരു ഇതും കാണിക്കുന്ന ഒരു സോങ് ആണത്. ആ സോങ് അത്രയും പേര് കൂടി ഉണ്ടാക്കിയ ആ ഒരു ഇഫക്റ്റ്, രാഖിയുടെ സ്ക്രീനിൽ രാഖിയെ കാണുമ്പോൾ ഒറ്റയ്ക്ക് രാഖി ഉണ്ടാക്കി ആ ഒരു എനർജി മുഴുവൻ നമുക്ക് പകർന്നു തന്നു. ആ ഒരു പ്രസരിപ്പ് ശരിക്കും അതന്നെ നമ്മൾക്ക് തന്നെ ഒന്ന് ഉത്സവം വന്നു ശരിക്കും. അതെ, നിങ്ങൾ ഡാൻസ് ചെയ്യാൻ തോന്നി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഈ സോങ് സെലക്ഷൻ ക്രെഡിറ്റ്സ് ഉമാ മിസ്സിന് കൊടുക്കണം. മിസ്സാണ് എനിക്കിത് സജസ്റ്റ് ചെയ്തത്. ഒരുപാട് നന്ദി മിസ്. താങ്ക് യു. പിന്നെ കമന്റ്സ് ശരിക്കും മീര ജാസ്മിൻ ഡാൻസ് ചെയ്തിരുന്ന ആ പാട്ടിന്റെ സീൻ കൃത്യമായിട്ട് ഓർമ്മ വന്നു. സംസാരിച്ചു. നമ്മളിപ്പോ ഐഡന്റിഫൈ ചെയ്ത സിംഗേഴ്സില് ഏറ്റവും സീനിയർ മോസ്റ്റ് സിംഗർ ആണ് അടുത്തത്. നമ്മള് പാട്ട് പാടുന്നതല്ല സാറ് പാട്ട് പാടും, നന്നായി പാട്ട് പാടും. നമ്മള് സാറിന്റെ പാട്ട് കേട്ടതാണ്. സാർ ഇപ്പൊ ഫ്ലൂട്ടുമായിട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. സാറ് 1972-76 ബാച്ചാണ്. സിവിൽ ആയിരുന്നു സാറ്. റിട്ടയർഡ് സൂപ്പറിൻറ്റൻഡന്റ് എഞ്ചിനീയർ, കേരള PWD. സാറിന്റെ ഫ്ലൂട്ട് നമുക്ക് ആസ്വദിക്കാം.
വിൽസൺ സർ കേക്കാം കേക്കാം കേക്കാം. കേക്കാം കേക്കാം. സാറിന് എന്തെങ്കിലും പറയാൻ? ആ 1969 ഇറങ്ങിയ അടിമകൾ എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ ദേവരാജൻ മാസ്റ്റർ ക്രമീകരിച്ച സുശീല പാടിയ പാട്ടാണ്. അപ്പൊ എല്ലാരും പാട്ടുമായിട്ട് ഇറങ്ങിയപ്പോ ഞാൻ ഓടക്കുള്ളുമായിട്ട് ഇറങ്ങി എന്നുള്ളതേ ഉള്ളൂ. ഒരു ചേഞ്ച് ആക്കി കിട്ടുമെന്ന് വിചാരിച്ചു. കേൾക്കാമായിരുന്നോ? സാറ് വായിക്കുന്നുണ്ടോ അപ്പൊ? കേക്കാം സർ, കേട്ടു. ചെയ്താൽ മതിയോ? പാട്ടിലേക്ക് പോവാം. ശരിക്കും സുനിൽ പറഞ്ഞ പോലെ മാസ്റ്റർ ചെയ്യാൻ ഇതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സാറ് ഇവിടെ വായിച്ചത് അല്ലേ സുനിൽ? അടിച്ചു പോകും. അതെ, സുനിൽ പറഞ്ഞില്ലേ മാസ്റ്റർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണെന്ന് പറഞ്ഞ പോലെ. അതെ അതെ. സാറ് കോളേജിൽ തന്നെ വായിക്കുമായിരുന്നോ അതോ? വായിക്കുമായിരുന്നു. ഓ വെരി ഗുഡ്. വേറെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് വായിക്കോ സാർ? തബല വായിക്കും, തബല. ഓക്കെ. സാറ് നന്നായിട്ട് പാടും. ഞങ്ങളുടെ ഒമാനിലെ ഗെറ്റ് ടുഗദറുകളിലൊക്കെ സാറ് പാടാറുണ്ട്. സാറ് ധ്വനിയിൽ പാടിയിട്ടുണ്ടല്ലോ. ഉണ്ട് പാടിയിട്ടുണ്ട്. സാർ വേണമെങ്കിൽ 4 വരി സാർ ഒന്ന് സാറ് പാട്ട് വളരെ ഉമ്മച്ചേച്ചിയുടെ നെറ്റ്വർക്കിന് എന്തോ ഇഷ്യൂ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഉമ്മച്ചേച്ചി വീഡിയോ ഓഫ് ചെയ്ത് സംസാരിച്ചോളൂ, അപ്പൊ ശരിയാവും. ബ്രേക്ക് ആവുന്നു വോയിസ്.
അല്ല സാറ് പാടുന്നതും വളരെ കേൾക്കുന്നില്ല, വോയിസ് കേൾക്കുന്നു. സാർ 4 വരി പാടുന്നോ സാർ? ഇത് ഒച്ച അടച്ചിരിക്കുക. ഓക്കെ സാർ. രണ്ടു ദിവസമായിട്ട് ചുമയും തൊണ്ടകുത്തും ഒക്കെ ആയിരുന്നു. അതാ ഇന്നലെ കയറാതിരുന്നേ. ഇന്നലെ റിഹേഴ്സലിന് കയറാതിരുന്നത് വയ്യാതിരിക്കുകയായിരുന്നു. തൊണ്ട അടച്ചിരിക്കുക. നമ്മള് സ്കെഡ്യൂൾ ചെയ്ത എല്ലാ പിന്നെ സോങ്സ് ഒക്കെ ഇവിടെ കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും വിഷുവിനെ പറ്റിയോ റംദാനെ പറ്റിയോ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലോ 4 വരി പാടാനുണ്ടെങ്കിലോ ഒക്കെ പാടാം, സംസാരിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ. താജുദ്ദീൻ സാറ് പോയോ? എനിക്ക് സാറ് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു ചോദ്യം ചോദിക്കണം എന്നുണ്ടായിരുന്നു. മറ്റേ വയലാറ് നമ്മുടെ സജി സാറ് പാടിയ പാട്ടില്ലേ, നമ്മുടെ റംസാൻ, അതിനകത്ത് മൂപ്പര് സൂത്രത്തില് പ്രയോഗിച്ചിട്ടുണ്ട് ഇടം കൈ വലം കൈ എന്നുള്ള 2 പ്രയോഗം. അതിന്റെ നമുക്ക് മനസ്സിലാവും, പക്ഷെ അത് ഖുറാനിലുള്ള ഒരു യൂസേജ് ആണ്. അത് എന്തുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളത് ഒരു അനാലിസിസ് നടത്തേണ്ട ഒരു സാധനമാണ് ആക്ച്വലി. എങ്ങനെ അത് റൊമാൻസിലേക്ക് ആ യൂസേജ്, ഇടം കൈ വലം കൈ എന്നുകൊണ്ട് 2 യൂസേജ് ഉണ്ട്. അത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിലവൻസ് എന്താന്നുള്ളത്, അതിന്റെ എന്താ പറയാ, വേറൊരു തലത്തിലേക്കുള്ള അർത്ഥത്തിലേക്ക് എനിക്ക് അറിയില്ല. അത് നമുക്ക് ചോദിക്കാന്ന് വിചാരിച്ചു ഞാൻ. ചിലപ്പോ കൂടുതൽ വായിക്കുന്നവർക്ക് മാത്രമേ അതിനെപ്പറ്റി അറിയണ്ടാവുള്ളൂ. പ്രത്യേകിച്ചും ഖുറാനൊക്കെ വായിച്ചിട്ട് അതിന് ഡെപ്തിൽ നോളജ് ഉള്ള ആൾക്കാരൊക്കെ അതിനെപ്പറ്റി കമന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് നമ്മളെ സജി സാറ് വിചാരിച്ചത് അത് റംസാനെ ഒട്ടും ടച്ച് ചെയ്യുന്നില്ല എന്നുള്ളൊരു സാധനം പോലും എന്താ പറയാ വയലാർ അത്രയും ഡെപ്തില് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് ധ്വനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറയുന്നത്. അതെന്തായാലും നന്നായി. എനിക്കും അതൊരു പുതിയ അറിവാണ്. ആ ലേഖനത്തിന്റെ ലിങ്ക് കണ്ടു, ഞാൻ സമയം പോലെ വായിച്ചു നോക്കട്ടെ. അതെ, ഞാനും വായിച്ചിട്ടില്ല. ഞാൻ കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് അതിനെ പറ്റി. അതായത് മൂപ്പര് വയലാർ എന്തെങ്കിലും എഴുതുമ്പോ വെറുതെ എഴുതില്ല എന്നുള്ളതൊരു സത്യമാണ്. മൂപ്പര് എവിടെന്നെങ്കിലും ഒക്കെ സാധനം അതില് കൊണ്ടുവരും. ശാകുന്തളത്തുനിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഉപയോഗിക്കും. തമ്പിസാറിനും ഇതേ ഒരു സംഭവമാണ്. തമ്പിസാറിന്റെ മറ്റേ ആ പാട്ടില്ലേ, ഏതാ, കണ്ണിലെന്റെ കൊമ്പ് കൊണ്ടത് എന്തിനാണെന്ന് പറഞ്ഞിട്ട്, ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനെ, അത് നമുക്കൊന്നും പിടികിട്ടില്ല എന്താ സംഭവം പറയുന്നത്. ഈ കണ്ണില് കൊമ്പ് ഉള്ളു. അപ്പൊ അത് ശാകുന്തളത്തിൽ നിന്നുള്ള ആ ഒരു കൽപ്പനയെ എടുത്തിട്ട് അതിലേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആ ഡെപ്തിലൊക്കെ നമുക്ക് വായിക്കാനുള്ള പേഷ്യൻസ് ഇല്ല എന്നുള്ളതാണ് സത്യം. അല്ല, അതൊക്കെ അന്നത്തെ പാട്ടുകാരുടെ ആ കഴിവും അവരുടെ ആ പ്രതിഭയുടെ ഒരു ഇതാണ്, ലക്ഷണമാണ്. ധ്വനിയിൽ ആർക്കെങ്കിലും പാടാൻ ആരുടെങ്കിലും ബാച്ചില് നമ്മളെ അറിയിക്കണം. രാജി, ഞാൻ കൃഷ്ണകുമാർ, ആലത്തൂരിന്ന്. അറിയാം സാർ. ഞാൻ 2 എപ്പിസോഡിന് മുമ്പ് 2 പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2 എപ്പിസോഡിന് വരാൻ പറ്റിയില്ല. രാജി കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ, കേൾക്കാം. കേൾക്കാവോ? കേൾക്കാം. ഞാൻ ഒരു പാട്ട് പാടിക്കോട്ടെ? പാട് സർ. ഓക്കെ, ഞാൻ വീഡിയോ ഓഫ് ചെയ്യുന്നു. എന്നെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, വീഡിയോ ഓഫ് ചെയ്യാൻ പോവാണ്. ഇത് പാടാം. ഇത് ഖദീജ എന്നുള്ള ഇതിലാണ്, സുറുമ എഴുതിയ മിഴികളെ പാട്ടാണ്. സൂപ്പർ. ബാബുരാജ് സംഗീതം. ഞാൻ പാടിക്കോട്ടെ? പാടിക്കോളൂ.
എഴുതിയ മിഴികളെ പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ എഴുതിയ മിഴികളെ പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ എഴുതിയ മിഴികളെ. ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ തേൻ പുരട്ടിയ മുള്ളുകൾ കരളിലെറിയുവതെന്തിനോ തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയു എഴുതിയ മിഴികളെ. ഒരു കിനാവിൻ ചിറകിലേറി ഓമനാളെ നീ വരും. ഒരു കിനാവിൻ ചിറകിലേറി ഓമനാളെ നീ വരും. നീലമിഴിയിലരി നീ പകർന്നു തരൂ തരൂ. നീലമിഴിയിലരി നീ പകർന്നു തരൂ തരൂ. എഴുതിയ മിഴികളെ പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ എഴുതിയ മിഴികളെ. താങ്ക് യു. അതിനെ പറ്റി വിൽസൺ സാറ് ഫ്ലൂട്ട് വായിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അല്ലേ വിൽസൺ സാർ? അതെ, സാറ് ഫ്ലൂട്ട് മ്യൂട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നു. ആയിരുന്നു. പക്ഷെ സൂമിൽ ഒരു പ്രശ്നമുണ്ട്, രണ്ട് സ്ഥലത്തും കൂടെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ അത് സിങ്ക് ആവില്ല. സാറ് Okay. മ്യൂട്ട് ശരിക്കും കേട്ടോ? ഇല്ല, കേട്ടില്ല. സാറ് മ്യൂട്ട് ആയിരുന്നു. ഹലോ, മ്യൂട്ടായിരുന്നു. ഞാൻ ആ മ്യൂട്ടായിരുന്നു. കേട്ടു. അല്ലല്ല, കൃഷ്ണകുമാർ പാട്ട് സാറിന്റെ കേട്ടു, ഫ്ലോട്ടിന്റെ ആ കാര്യമാണ് പറഞ്ഞത്. ആ ശരി ശരി. നന്നായി ആ കേട്ടു. ആ വിൽസൺ എന്തായിരുന്നു ഓക്കെ. സാറ് സാറിന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലൂട്ടില്. പക്ഷെ അത് നമുക്ക് ആ ആ കേട്ടിരുന്നില്ല. വിഷ്വലി ആ നമ്മളത് ശരി. വീഡിയോയില് കണ്ടു. ആ ആ ഓക്കെ അതെ ഓക്കെ. നമുക്ക് നന്നായിരുന്നു സാർ, നന്നായി പാടി. ആ സാർ ആ ഗ്രൂപ്പിലുണ്ടോ? താങ്ക് നമ്മുടെ യു. ധ്വനി ഗ്രൂപ്പിലുണ്ടോ? ധ്വനി ഗ്രൂപ്പില് സാറ് ആഡ് ചെയ്തിട്ടില്ല തോന്നുന്നു. ആ സാറിന്റെ നമ്പർ ഗ്രൂപ്പിൽ ഞാൻ കണ്ടുപോയിരുന്നു. ഉണ്ട് അല്ലേ? സാറ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ സാർ? അല്ല ഗ്രൂപ്പിലുണ്ടല്ലോ. ഉണ്ട് ഉണ്ട് ആ, ഉണ്ട്. എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് വന്നിട്ട് ഞാൻ ഇത് ലിങ്ക് ചെയ്തത് ആ, സൂമിലേക്ക്. yes, yes, yes. ഓക്കെ. കാരണം കുറെ കൃഷ്ണകുമാർ ഉണ്ടായതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷൻ ആയി. അപ്പൊ ഈ കൃഷ്ണകുമാർ സാറിന്റെ ആണോ എന്ന് ഞാൻ എനിക്കറിയില്ല. സാർ പ്രോപ്പർ ഞാൻ ആയിട്ടുള്ള 71 നമുക്ക് ഇലക്ട്രിക്കൽ അത് ശരി ശരി. ഓക്കെ ഓക്കെ. 71. ഓക്കെ. 71 പാസ് ഔട്ട് ഇലക്ട്രിക്കൽ ആണ്. ഞാൻ പവർ ഗ്രിഡ് കോർപ്പറേഷനിലെ GM ആയിരുന്നു. ഓക്കെ. 2010 റിട്ടയർ ചെയ്തു. സാർ ഒരു സജഷൻ, ഈ മറ്റേ സൂമിലെ ഇങ്ങനത്തെ ഈ ചെറിയ പ്രശ്നം ഉണ്ടാവുകൊണ്ട്
സാറ് പറ്റെങ്കിൽ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. എന്നാ ഇനി അടുത്ത എപ്പിസോഡ്സിൽ സാറിന്റെ മെയിൻ ആയിട്ട് സാറിന്റെ പാട്ട് അതെ, ആഡ് ചെയ്യാം. കാരണം ഓക്കെ ഈ സിങ്ക് പ്രശ്നമുണ്ട്. അത് നമുക്ക് ആർക്കും സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വി ഹാവ് ടു ലീവ് ഇറ്റ്. ലൈവ് അല്ലേ? അതെ സുനില, നീ വലിയ ഓട്ടോമേഷൻ കാരനല്ലേ, നിനക്ക് സോൾവ് ചെയ്യാനുള്ള പ്രശ്നം. നീ അവിടെ ഇരുന്നിട്ട് എന്താ നൈജീരിയയില് എന്താ ചെയ്യണേ? എടാ സതീഷ്, നീ നാറ്റിക്കല്ലടാ. അല്ല, നീ ഓട്ടോമേഷൻ എഞ്ചിനീയർ ആയിട്ട് ഇൻസ്ട്രുമെന്റേഷൻ കൺട്രോൾ ഇരുന്നിട്ട് നീ ആദ്യം പറ്റില്ല, അത് പ്രോബ്ലം ഉണ്ട് പറഞ്ഞ എങ്ങനെ ശരിയാവുക? ആ പ്രോബ്ലം സോൾവ് ചെയ്യണ്ടേ? നമ്മളതെല്ലാം കൂടി ശ്രീജിത്തിന്റെ മണ്ടയ്ക്ക് ഇട്ടിരിക്കുക. അല്ല, അങ്ങനെ നമുക്ക് ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്, നമ്മൾ ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട്. പറ്റില്ല എന്ന് പറഞ്ഞ് ഓടിക്കളയും. അതെ രാജി പറഞ്ഞത് ശരിയാ. ഇത് ഞാന് നമ്മുടെ ഗ്രൂപ്പില് ഒരു 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 സോഫ്റ്റ്വെയർ ഉണ്ട്. ഒരു എന്താ അതിന്റെ പേര്? ഞാൻ ജസ്റ്റ് കണ്ടിരുന്നു, ഒരു ലിങ്ക് അയച്ചു, ഒരു സൈറ്റ് ആണ് ജാം കാസം. എനിവേ അത് പിന്നെ വി കൻ ടേക്ക് ഇറ്റ് അപ്പ്. നമുക്കത് നോക്കണം, സീരിയസ് ആയി നോക്കണം. കണ്ടോ ഇപ്പൊ സുനിലെ, ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ എത്ര പേര് കണ്ട ഐഡിയാസ് വന്നു, എത്ര പേര് ഐഡിയാസ് കൊണ്ടുവന്നു. അതാണ് നമുക്ക് എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് അതുപോലെ ഈ പുതിയ സിംഗേഴ്സിനെ കൂടി ഐഡന്റിഫൈ ചെയ്ത് തരാൻ ഗ്രൂപ്പിലുള്ളവരോട് പറയാണ്. ഇനിയും നമ്മൾ അറിയപ്പെടാതെ പല സിംഗേഴ്സും നമ്മുടെ NSS പഠിച്ചവരുണ്ട്. അപ്പൊ അവരെ കൂടി ഇതിലേക്ക് കൊണ്ടുവരണം. അതിനെല്ലാവരുടെയും ഹെൽപ്പ് റിക്വസ്റ്റ് ചെയ്യാണ്. അല്ല, ഇതൊരു ഒരു കൂട്ടായ്മയുള്ള വി ക്യാൻ ഐഡന്റിഫൈ അവർ സെൽഫ്. മറ്റേ സാറ് പറഞ്ഞില്ലേ 1971 പാസ് ഔട്ട് ആണ്, ഞങ്ങളെക്കാളൊക്കെ വളരെ സീനിയർ ആണ്. പക്ഷെ എന്താ അറിയോ, ഇതിപ്പോ നമുക്കിത് കാണുമ്പോഴും എല്ലാം വരുമ്പോ വളരെ സന്തോഷം. കാരണം അത് ആ ലെവലിലുള്ള ആൾക്കാര് പാടുമ്പോൾ പരിചയപ്പെടുമ്പോഴും, ഇതിപ്പോ നമ്മളെല്ലാം ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു സൗകര്യം കിട്ടുമോ? ഇല്ലല്ലോ. എവരിബഡി ഈസ് അറ്റ് എ ഡിഫറെന്റ് ലൊക്കേഷൻ, അറ്റ് ഡിഫറെന്റ് പ്ലേസ്. എവരിബഡി ഹാസ് ഗോട്ട് ടാലന്റ്, എവരിബഡി ഹാസ് ഗോട്ട് ഡിഫറെന്റ് വ്യൂസ്. എല്ലാം ഉണ്ട്. കുടുംബമുണ്ട്, എല്ലാവർക്കും കുടുംബമുണ്ട്, എല്ലാവർക്കും ഇൻഡിപെൻഡന്റ് കുടുംബമുണ്ട്. പക്ഷെ എല്ലാ കുടുംബങ്ങളും എല്ലാവരെയും അറിവും വിദ്യാഭ്യാസവും, എത്ര വലിയവനായാലും ശരി, പ്രൊഫസേഴ്സ് ആയാലും ശരി, സ്റ്റുഡൻസ് ആയാലും ശരി, we have to change our mentality and we have to come together and have a pleasant time at any moment of time, whether it's old or young, does not make any difference. Adana. Thank you സതീഷ്. ഏതായാലും ഞാൻ ലേറ്റ് എൻട്രി ആയി പോയി, പിന്നെ പെട്ടെന്നാണ് ഓർത്തു പോയത്. ഓക്കെ, നീയും പാടുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു പോയത്. ആ എൻട്രി കറക്റ്റ് ടൈം ആയിരുന്നു. അത് ഞാൻ അപ്പൊ തന്നെ മെസ്സേജ് ഇട്ട്. അത് വിൽസൺ സാറാണ് പാടിയത് തോന്നുന്നു, എനിക്കറിയില്ല. ഇറ്റ് വാസ് എ നൈസ് മ്യൂസിക്. ശരി, ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട് അല്ലേ ഉമ്മ ചേച്ചി? 8:30 ഇനി ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ സർ, നമ്മുടെ ഈ പരിപാടി സത്യം പറഞ്ഞാല് ഞങ്ങള് ഈ മാസം നടക്കുമെന്ന് സംശയമായിരുന്നു. കാരണം ഏപ്രിൽ മാസം എല്ലാവർക്കും വളരെ തിരക്കുള്ള ഒരു മാസമാണ്. എല്ലാവരും ജോലി തിരക്കിന്റെ ഇടയിൽ ഒരു വെക്കേഷൻ എടുക്കുന്ന ഒരു മാസം കൂടിയാണ് ഏപ്രിൽ മാസം. അപ്പൊ അത് കാരണം സിംഗേഴ്സും എല്ലാം ബിസി ആയിരുന്നു. എന്നാൽ കൂടി നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം നന്നായി നടത്താൻ സാധിച്ചു. അതിന് ഉള്ള ക്രെഡിറ്റ് പാട്ടുപാടിയവരുടെയും ഇന്നതിൽ പങ്കെടുത്തവരുടെയും ഒരു കൂട്ടായ്മ തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും അതിനുള്ള നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ആദ്യമായിട്ട് ഞാൻ നമ്മുടെ പ്രിൻസിപ്പല്, നമ്മുടെ വർക്കിംഗ് പ്രസിഡന്റും കൂടിയാണ് അലുമിനി അസോസിയേഷന്റെ, സാർ ഇതിൽ പങ്കെടുത്ത് 2 വാക്ക് സംസാരിച്ചു. സാർ ഈ മെയ് മാസം റിട്ടയർ ചെയ്യാണ്. സാറിന് നല്ലൊരു വിശ്രമ ജീവിതം സാറ്, അതോ സാർ ഇനി പുതിയൊരു സംരംഭത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിനാണെങ്കിലും എല്ലാ ഭാവുകങ്ങളും സാറിനെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സാറിനുള്ള നന്ദി അറിയിക്കുകയാണ്. പിന്നെ മഹാദേവൻ പിള്ള സാറിനോട് പ്രത്യേകം നന്ദി പറയേണ്ട ആവശ്യമില്ല, സാർ ഇതിന്റെ ഭാഗമാണ്. എന്നാൽ കൂടി സാറിന് ഇന്ന് ഫുൾ ഡേ പ്രോഗ്രാമാണ് പറഞ്ഞിരുന്നു. അതിന്റെ ഇടയിൽ ഇതിലും സാറ് ഫുൾ ടൈം ഇരിക്കാൻ സാറിന് സാധിച്ചു. അപ്പൊ സാറിനോട് താങ്ക് യു. പിന്നെ നമ്മുടെ സിംഗേഴ്സ്, വിൽസൺ സാറിനെ പ്രത്യേകം എടുത്തു പറയണം. സാറിനോട് എപ്പോ പറഞ്ഞാലും സാറ് റെഡിയാണ്.
അപ്പൊ ആ ഒരു വില്ലിങ്നെസ് നമ്മളൊക്കെ ജൂനിയേഴ്സ് കണ്ടുപിടിക്കേണ്ടതാണ്. വിൽസൺ സാറ്, പിന്നെ അതുപോലെ സുനിൽ, മനോജ്, പിന്നെ രാഖി, കാവ്യ, അഞ്ജന, പിന്നെ നമ്മളോട് സംസാരിച്ച ഹലോ കേക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് 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 പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. സജി, എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഈ എല്ലാ അലുമിനി അസോസിയേഷന്റെ എല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ അമർനാഥ് സാറ് എപ്പോ അലുമിനി അസോസിയേഷന്റെ എന്ത് ആക്ടിവിറ്റീസിനാണെങ്കിലും സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ സാറ് ഉടനെ റെഡിയാണ്. അപ്പൊ ഇതിലും നന്നായി പങ്കെടുത്ത് നന്നായി സംസാരിച്ചു. സാറിന് ഇപ്പൊ രാജി പറഞ്ഞ പോലെ 5 മിനിറ്റ് ഒന്നും പോരാ സാറിന് സംസാരിക്കാൻ. 1 മണിക്കൂർ സംസാരിക്കണമെങ്കിലും സാറ് റെഡിയാണ്. പക്ഷെ 5 മിനിറ്റില് സംസാരിച്ച് തീർത്തത് അതിനും സാറിനോട് നന്ദി പറയാണ്. പിന്നെ താജുദ്ദീൻ സാറും ശരിക്കും പറഞ്ഞാല് റംസാന്റെയും വിഷുവിന്റെയും കുറെ നല്ല വശങ്ങളെ എടുത്ത് പറഞ്ഞ് സംസാരിച്ചു. സാറിനും നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഓരോരുത്തർക്കും നമ്മൾ ഇതിന്റെ പേരിൽ നന്ദി പറയാണ്. പിന്നെ കൃഷ്ണകുമാർ സാറ് നമ്മൾ ഈ പ്രോഗ്രാമില് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യാതെ തന്നെ സാറ് എല്ലാം റെഡിയായി വന്ന് പാട്ടുപാടി. സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു. നമുക്ക് അടുത്ത ധ്വനിയിൽ വീണ്ടും കൂടുതൽ പേരുമായിട്ട് ഒന്നിച്ച് കൂടാം. അതുവരേക്കും താങ്ക് യു ഓൾ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.